കോന്നി ആനത്താവളത്തിലെ കരിവീരന്മാരുടെ വിശപ്പടക്കാൻ പോഷകസമൃദ്ധമായ തീറ്റപ്പുല്ലാണ് ഉപയോഗിക്കുന്നത്. പത്തനംതിട്ട മണ്ണീറയിൽ വനംവകുപ്പിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന തീറ്റപ്പുൽ കൃഷി ഇന്ന് വൻ വിജയമായി മാറിയിട്ടുണ്ട്. ഹൈ വോൾട്ടേജ് ലൈനുകൾക്ക് താഴെയുള്ള വനഭൂമി എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതിന്റെ മികച്ച മാതൃകയാണ് മണ്ണീറയിലെ ഈ പച്ചപ്പുൽത്തോട്ടം. പച്ചപ്പട്ടുടുത്ത പോലെ മനോഹരമായ ഈ കാഴ്ച പത്തനംതിട്ട മണ്ണീറയിലേതാണ്. കോന്നി ആനത്താവളത്തിലെ കരിവീരന്മാർക്ക് വയറു നിറയെ ഉണ്ണാനാണ് ഇവിടെ പുല്ല് വളർത്തുന്നത്. ദിവസേന 950 കിലോ പുല്ലാണ് ഗജവീരന്മാർക്കായി ഇവിടെ നിന്നും കയറ്റി അയക്കുക. വനം വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വനജ്യോതി സ്വാശ്രയ സംഘം മണ്ണീറയിൽ ചെയ്യുന്ന തീറ്റപ്പുൽ കൃഷി ഇന്ന് കോന്നി ആനത്താവളത്തിന്റെ ജീവനാഡിയാണ്. VSSന്റെ കീഴിലുള്ള സ്വാശ്രയ സംഘമാണ്. അത് വനം വകുപ്പിന്റെ സെക്രട്ടറിയാണ് ഇതിനും VSSന്റെ കമ്മിറ്റി അംഗങ്ങളും പ്രസിഡന്റുമാരുമാണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പം അവരെ ഇത് വെച്ചിട്ട് ഒരു മാസം തോറുമുള്ള അവരുടെ ആ ശമ്പളം കൂട്ടുന്നത്, ആനക്കൂട്ടിലെ ശമ്പളം അവരുടെ അക്കൗണ്ടിലാണ് വരുന്നത്. 2013 ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. മണ്ണീറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തുകൂടി കടന്നുപോകുന്ന മൂഴിയാർ പോത്തൻകോട് 220 kV ഹൈ വോൾട്ടേജ് ലൈനിന് താഴെയുള്ള ഭൂമി ഇതിനായി തിരഞ്ഞെടുത്തു. തുടക്കത്തിൽ 5 ഹെക്ടറിൽ ആരംഭിച്ച കൃഷി ഇന്ന് 8 ഹെക്ടറിലായി വ്യാപിപ്പിച്ചു കഴിഞ്ഞു. ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളെ നമ്മളെ ഏൽപ്പിച്ചിരുന്നു. ആ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റാൻ സാധിച്ചു. അതിന് തൊഴിലാളികളുടെ എല്ലാം നല്ല സഹകരണങ്ങളുണ്ടായി. വനസംരക്ഷണ സമിതിയുടെ നിയന്ത്രണത്തിലുള്ള വനജ്യോതി സ്വാശ്രയ സംഘത്തിലെ 12 അംഗങ്ങളുടെ കഠിനാധ്വാനമാണ് ഈ പച്ചപ്പിന് പിന്നിൽ. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കാൻ ഇവിടെ സോളാർ വേലികളും സ്ഥാപിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഈ പച്ചപ്പ് നിലനിർത്തുന്നത്. രാവിലെ ഞങ്ങൾ ലോഡ് വിടുന്നത് രാവിലെ, വൈകിട്ട് ഇപ്പോൾ കുറച്ചേ വിടത്തുള്ളൂ, 10 കെട്ടിനൊക്കെ വിടത്തുള്ളൂ. ബാക്കി 36 കെട്ട വേണ്ടി, ബാക്കി കെട്ട് ഞങ്ങൾ രാവിലെ വെട്ടി ലോഡ് ചെയ്ത് ആനക്കൂട്ടിലേക്ക് വിടും. പുലർച്ചെ തുടങ്ങുന്ന അധ്വാനത്തിന് അനുസൃതമായി വേതനം കിട്ടുന്നില്ല എന്ന പരാതിയുണ്ടെങ്കിലും കാടിന്റെ മധ്യത്തിൽ വന്യമൃഗങ്ങളോട് പൊരുതി പച്ചപ്പ് വിളയിക്കുന്ന ഈ മനുഷ്യർ കോന്നിയുടെ കരിവീരന്മാർക്ക് മാത്രമല്ല, വനസംരക്ഷണത്തിൽ ജനപങ്കാളിത്തം എങ്ങനെ ഉറപ്പാക്കാമെന്നതിനും ഒരു മാതൃകയാവുകയാണ്. ക്യാമറമാൻ രതീഷ് മഡ്ബിഷലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.